തൃശ്ശൂരിൽ ഒരു വലിയ തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലാണ് തീപിടുത്തം. രണ്ടാം പ്ലാറ്റ്ഫോമിനോട് ചേർന്ന ബൈക്ക് പാർക്കിങ്ങിലാണ് തീ പിടിച്ചത്. ലെവിൻ കെ വിജയൻ വിവരങ്ങളുമായിട്ടുണ്ട്. ലെവിനെ, ഇപ്പൊ നിലവിലെ സാഹചര്യം എന്താണ്? ആ തീപിടുത്തം വലിയ തീപിടുത്തമാണ്. അതായത് ബൈക്കുകൾ ഏകദേശം 100-ലധികം ബൈക്കുകൾ പൂർണ്ണമായും കത്തി നശിച്ച, ബൈക്ക് പാർക്ക് ചെയ്യുന്ന ടെന്റ് പൂർണ്ണമായും കത്തി നശിച്ച വലിയ തീപിടുത്തമാണ് ഉണ്ടായിട്ടുള്ളത്. കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം ഇതിനോടകം തന്നെ ഉണ്ടായിട്ടുണ്ട്. തീ ഇതിനോടകം പൂർണ്ണമായും ബൈക്ക് ഷെഡ് പൂർണ്ണമായും കത്തി നശിച്ചെങ്കിലും നിരവധി വാഹനങ്ങൾ കത്തി നശിക്കുകയും ചെയ്തിട്ടുണ്ട്. രാവിലെ പുലർച്ചെ 5:45 കൂടിയാണ് സംഭവം നടക്കുന്നത്. ഈ പ്രദേശത്ത് പാർക്ക് ചെയ്ത ബൈക്ക് ഷെഡിൽ ഒരു ഭാഗത്ത് നിന്നും ഒരു ബൈക്ക് പെട്ടെന്ന് തീ പടരുകയും അത് മറ്റ് വാഹനങ്ങളിലേക്ക് പടർന്നു പിടിക്കുകയും അരമണിക്കൂറുകൾ കൊണ്ട് വേഗത്തിൽ തീ പടർന്ന് വലിയ അപകടമായി മാറുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. ഫയർഫോഴ്സ് എത്തുന്നതിന് അരമണിക്കൂറോളം സമയമെടുത്തു. ഈ സമയം കൊണ്ട് തന്നെ വാഹനങ്ങൾ ഏതാണ്ട് പൂർണ്ണമായും കത്തി നശിച്ച നിലയിലാണുള്ളത്. ഇപ്പോഴും തീ പൂർണ്ണമായും നിയന്ത്രിക്കാനായിട്ടില്ല. പക്ഷേ വലിയ തീ ഇപ്പോൾ നിയന്ത്രിക്കാനായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടായതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ എത്ര യൂണിറ്റ് ഫയർഫോഴ്സ് അവിടെ ഉണ്ട്? ഈ തീ കുറച്ചെങ്കിലും നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കുന്നുണ്ടോ? അവിടെ ആരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നോ? എപ്പോഴാ തുടങ്ങിയത്? ശ്രദ്ധയിൽപ്പെടുന്നത് എപ്പോഴാണ്? ഇന്ന് പുലർച്ചെ 5:45 കൂടിയാണ് ഈ തീ പടർന്നു പിടിക്കുന്നത്. 3-ലധികം ഫയർഫോഴ്സ് യൂണിറ്റുകൾ തൃശ്ശൂരിൽ നിന്നും സമീപ പ്രദേശങ്ങളിൽ നിന്നുമുള്ള 3-ലധികം ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇപ്പോൾ എത്തി തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. ഭാഗികമായിട്ടാണെങ്കിൽ പോലും ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നത്. തീപിടുത്തത്തിനുള്ള കാരണമടക്കം ഇനിയും കണ്ടെത്തേണ്ടതുണ്ട്. രാവിലെ മറ്റോ ജോലിക്കോ മറ്റോ പോകുന്നതിനോ മറ്റും എത്തിയ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയ ആളുകൾ പാർക്ക് ചെയ്ത് ഓടിച്ചു കൊണ്ടുവന്നതിന് ശേഷം പാർക്ക് ചെയ്ത വാഹനത്തിൽ നിന്നുമായിരിക്കാം തീ പടർന്നു പിടിച്ചത് എന്നുള്ളതാണ് ഒരു പ്രാഥമികമായിട്ടുള്ള നിഗമനം ഉണ്ടാകുന്നത്. ഈ പ്രദേശത്ത് ആ സമയത്ത് രണ്ടാം പ്ലാറ്റ്ഫോമിനോട് ചേർത്ത് അടുത്തുള്ള പ്രദേശത്തുണ്ടായിരുന്ന ചായക്കടയിലും മറ്റും രാവിലെ ചായ കുടിക്കാനെത്തിയ ആളുകളാണ് ഈ തീ പടർന്നു പിടിക്കുന്നത് ആദ്യം കാണുന്നത്. ഇവർ ഫയർഫോഴ്സിനെ വിവരമറിയിക്കുകയായിരുന്നു. ഏതായാലും ഫയർഫോഴ്സ് എത്തുന്ന സമയത്തിനുള്ളിൽ നൊടിയിടയ്ക്കുള്ളിൽ അരമണിക്കൂറിനകം തന്നെ ഈ വലിയൊരു തീ ഉണ്ടാവുകയും വാഹനങ്ങൾ കത്തിനശിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. ഏതായാലും സമഗ്രമായൊരു അന്വേഷണം ഈ കാര്യത്തിൽ വേണ്ടിവരും. റെയിൽവേ സ്റ്റേഷൻ പോലുള്ള അതീവ സുരക്ഷാ മേഖലയിലാണ് ഇത്തരമൊരു തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്. ബൈക്കിൽ നിന്നും ഷോർട്ട് സർക്യൂട്ട് ആകാം ഇത്തരത്തിൽ തീപിടുത്തത്തിനുള്ള ഒരു കാരണം. ഇപ്പൊ നമ്മൾ കാണുമ്പോൾ സ്റ്റേഷന്റെ പിന്നീട് ആ പുക പോകുന്ന ഭാഗം കുറച്ച് വിജനമാണെന്ന് തോന്നുന്നില്ല. പിന്നെ അപ്പം ഈ മുൻകരുതൽ നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ടോ? അതിനുള്ള നടപടികളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്. രണ്ടാം പ്ലാറ്റ്ഫോമിലാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. മറ്റ് മുൻവശത്തെ കഴിഞ്ഞും തിരക്ക് കുറഞ്ഞൊരു സ്ഥലമാണ്. കുറച്ചുകൂടി ആളുകൾ നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുമ്പോഴത്തേക്കും ആ തീ പടർന്നു പിടിക്കുന്ന ആ ഭാഗത്തിന് ഒരു ട്രെയിനിന്റെ എഞ്ചിൻ കൂടെ ഉണ്ട്. നമുക്ക് ദൃശ്യങ്ങളിലത് കാണാമെങ്കിലും റെയിൽവേ ട്രാക്കിലേക്കോ റെയിൽവേ കോമ്പൗണ്ടിലേക്കോ അല്ലെങ്കിൽ കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ പ്ലാറ്റ്ഫോമിന്റെ ഭാഗങ്ങളിലേക്കോ തീ പടർന്നു പിടിച്ചിട്ടില്ല. ബൈക്ക് പ്ലാറ്റ്ഫോമിന്റെ ഏരിയയിലല്ല, ചേർന്നൊരു പ്രദേശത്താണ് ഈ ബൈക്ക് പാർക്കിംഗ് ഷെഡ് ഉള്ളത്. അവിടെയാണ് തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്. റെയിൽവേ ട്രാക്കിലേക്കോ അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമിന്റെ ഭാഗത്തേക്കോ ഇതുവരെയും പടർന്നു പിടിച്ചിട്ടില്ല. അവിടെ എത്തി കൺട്രോൾ ചെയ്യാനും ഫയർഫോഴ്സിനും മറ്റും കഴിഞ്ഞിട്ടുണ്ട്. പോലീസും RPF അടക്കമുള്ള സംഘങ്ങൾ ഈ സമയത്ത് വേഗത്തിൽ തന്നെ പ്രവർത്തിക്കാനായതുകൊണ്ട് മറ്റപകടങ്ങൾ റെയിൽവേ സ്റ്റേഷനിലുള്ള ഭാഗങ്ങളിലേക്കോ യാത്രക്കാർക്കോ അല്ലെങ്കിൽ റെയിൽവേ ഉദ്യോഗസ്ഥർക്കോ അങ്ങനെയുള്ള സ്റ്റേഷന്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു അപകടമായി ഇത് മാറിയിട്ടില്ല. ഈ ബൈക്ക് ഷെഡിലാണ് തീ പടർന്നു പിടിച്ചതും കത്തിയതും നൊടിയിടയ്ക്കുള്ളിൽ ഇത് വലിയ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കിയതും ഈ ആരുടെയൊക്കെ വാഹനങ്ങളാണ് കത്തി നശിച്ചതെന്ന് അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ലെവിനിപ്പം ഈ തീപിടുത്തത്തിന്റെ സമയം വെച്ച് നോക്കിയപ്പം ഏകദേശം 2 മണിക്കൂറോളം ആകുന്നു ഈ തീപിടുത്തം ഉണ്ടായിട്ട്. അതിപ്പോൾ പൂർണ്ണാർത്ഥത്തിൽ നിയന്ത്രണ വിധേയമാക്കാനും കഴിഞ്ഞിട്ടില്ല. 3 യൂണിറ്റ് ഫയർഫോഴ്സ് ഉണ്ട്. പക്ഷേ എങ്കിലും ഇപ്പം തീ വലുതായിട്ട് തന്നെ ആ തീ തന്നെ നമുക്ക് കാണാം. പുകയ്ക്കൊപ്പം തന്നെ തീ ആളിപ്പടരുന്നത് നമുക്ക് നന്നായിട്ടത് കാണുന്നുണ്ട്. അപ്പോൾ ഈ ട്രെയിൻ ഗതാഗതത്തേക്ക് ഇനി ബാധിക്കുമോ? റെയിൽവേ എന്തെങ്കിലും നിർദ്ദേശം നൽകിയിട്ടുണ്ടോ ട്രെയിൻ ടൈമിങ്ങുകളിൽ? റെയിൽവേ ഗതാഗതത്തെ തീപിടുത്തം ബാധിക്കില്ല. അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളൊന്നും റെയിൽവേ ഇതുവരെയും പുറപ്പെടുവിച്ചിട്ടുമില്ല. മാത്രമല്ല യാത്രക്കാർക്കും തടസ്സമില്ല. ഈ നിലവിൽ ഇവിടെ വന്ന് റെയിൽവേ സ്റ്റേഷനിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്ത് ജോലിക്ക് ആവശ്യത്തിനും മറ്റും വിവിധ സ്ഥലങ്ങളിലേക്ക് പോയ ആളുകൾ
ആളുകളുടെ വാഹനങ്ങളാണ് ഇത്തരത്തിൽ കത്തി നശിച്ചതും മറ്റും. ഇത് ആരുടേതാണെന്ന് അടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. എങ്ങനെയാണ് ഈ തീപിടുത്തം ഉണ്ടായതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. ഇത് സംബന്ധിച്ചുള്ള വിശദ പരിശോധനകളും അന്വേഷണങ്ങളും ഈ ഘട്ടത്തിൽ ഉണ്ടാകും. ഇപ്പോൾ തീ ഏകദേശം നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. പക്ഷേ ആ സമയത്തിനുള്ളിൽ തന്നെ നിരവധി വാഹനങ്ങൾ, നൂറുകണക്കിന് വാഹനങ്ങൾ കത്തി നശിക്കുകയും കൂടി ചെയ്തിട്ടുണ്ട്. ഈ ഒരു സാഹചര്യമാണ് ഇപ്പോൾ പെട്ടെന്ന് അതിന് പരിഹാരം കാണുന്നതും അതിനനുസരിച്ചുള്ള തുടർ നടപടികൾ സ്വീകരിക്കേണ്ടതുമായിട്ടുള്ളത്. മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് വിശദമായൊരു അന്വേഷണം ഉണ്ടാകും. റെയിൽവേ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്നും മറ്റും ഇത് സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങളുടെ ഒരു വിശദീകരണം ലഭിക്കേണ്ടതുണ്ട്. ഇപ്പോൾ തീ അണയ്ക്കുന്നതിനുള്ള പ്രാഥമിക നടപടികളിലാണ്. ആളുകൾക്ക് അപകടം ഒഴിവാക്കുന്നതിനുള്ള അത്തരത്തിലുള്ള നടപടികളിലൂടെയാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും മറ്റും മുന്നോട്ട് പോകുന്നത്. സേതു. ഓക്കെ ലെവിൻ, ശരി. തൃശ്ശൂരാണ്. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷന്റെ സമീപത്താണ്. ആക്ച്വലി സമീപമല്ല, റെയിൽവേ സ്റ്റേഷനിൽ തന്നെയാണ് ഈ തീപിടുത്തം ഉണ്ടായത്. അതിൻ്റെ ആ പാർക്കിംഗ് ഷെഡിലാണ് തീപിടുത്തം ഉണ്ടായത്. ബൈക്കുകളൊക്കെയും തീ പിടിച്ചു. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. തീ ആളിപ്പടരുന്നത് നമുക്ക് വ്യക്തമായി കാണാം. പുക ഉയരുന്നതും കാണാം. 3 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി അവിടെ തീ അണയ്ക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നുണ്ട്.